എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ വെള്ളരിക്ക ഉപയോഗിച്ചിട്ട് 2 കിടില രുചിക്കൂട്ടുകളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നാടൻ രുചിക്കൂട്ടുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും. അന്നേരം എന്തിൻ്റെയും കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഈ 2 കിടില റെസിപ്പികൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്ന് കണ്ടിട്ട് വന്നാലോ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരെ ചെറുതുമല്ല എന്നാൽ അങ്ങ് വലുതും അല്ലാത്തിട്ടുള്ള ഒരു വെള്ളരിക്കയാണ് എടുത്തേക്കുന്നത്. ഒരു പച്ചക്കറി ഉപയോഗിച്ചിട്ട് 2 റെസിപ്പികൾ തീർച്ചയായിട്ടും എല്ലാവരും കണ്ടു നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം അതിനെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ തോലൊക്കെ ചെത്തി മാറ്റിയിട്ട് അതിനെ നമുക്ക് 2 രീതിയിലായിട്ട് കട്ട് ചെയ്തെടുക്കണം. പച്ചക്കറികൾ മാത്രം ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ഇറച്ചി മീൻ മാത്രമേ കഴിക്കുള്ളൂ എന്ന് നിർബന്ധമുള്ളവർക്ക് തീർച്ചയായിട്ടും 2 കൂട്ടർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കറി വെച്ച് കഴിയുമ്പോൾ ഇതിപ്പം വെള്ളരിക്ക കറി വെച്ചതെന്നൊന്നും അറിയില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റോട് കൂടി നമുക്ക് കഴിക്കാൻ പറ്റും. ചോറിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെ കൂട്ടത്തിലോ പൊറോട്ടയുടെ കൂട്ടത്തിലോ എന്തിൻ്റെ കൂട്ടത്തിലോ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അത്രയ്ക്ക് സിമ്പിളാണ്. തുടക്കക്കാർക്ക് പോലും അത്ര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ വെള്ളരിക്ക ഉപയോഗിച്ചിട്ട് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചിക്കൂട്ടുകൾ പ്രത്യേകിച്ച് പച്ചടി വെക്കാറുണ്ട്, മോര് കാച്ചാറുണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള നാടൻ രുചിക്കൂട്ടുകൾ നമ്മൾ കഴിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ടാണ്. ഒരുപാട് വലുതല്ല, ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ വേണ്ടി. രണ്ടാമത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊത്തി കൊത്തി തോരൻ അരിയത്തില്ലേ, അതേ രീതിയിലാണ് നമ്മൾ അരിയാൻ പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ ഇതൊക്കെ അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. ഒരു തോരനും വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു കറിയുമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അന്നേരം ബാക്കിയുള്ള വെള്ളരി നമ്മളിതുപോലെ കൊത്തി ചെറുതായിട്ട് അരിയുക, അല്ലെങ്കിൽ ഇച്ചിരി വലുതായിട്ടായാലും കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് അരിയുന്നത് അത്രയും നല്ലത്. നിറയെ വെള്ളമല്ലേ, അന്നേരം ആ രീതിയിൽ നമ്മൾ അരിഞ്ഞെടുക്കാവുന്നതാണ്. സാധാരണ മലക്കറി വാങ്ങിക്കുന്ന സമയത്ത് അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന ഇത്ര വലിയതായിട്ടുള്ള പച്ചക്കറികളുണ്ടല്ലോ, വെള്ളരിക്ക, പടവലങ്ങ, അങ്ങനെ തുടങ്ങിയിട്ടുള്ളത് മിക്ക വീടുകളിലും അത് അളിഞ്ഞ് അത് ഉപയോഗിക്കാണ്ട് വെറുതെ പോകാറാണ് ഉള്ളത്. പക്ഷേ അതൊക്കെ വെച്ചിട്ട് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മറ്റ് ചേരുവകൾ നമുക്ക് പെട്ടെന്നൊന്ന് പരിചയപ്പെടാം. കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക, നമ്മൾ വെള്ളരിക്ക അരിഞ്ഞത്, പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ളത്, പിന്നെ ഒരു ചെറിയ ഉരുളൻകിഴങ്ങ്, അതും ഇതുപോലെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ പോലെ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്നുമില്ലെങ്കിൽ വെള്ളരിക്കയും കുഞ്ഞുള്ളിയും മാത്രം വെച്ചിട്ടുണ്ടെങ്കിലും തയ്യാറാക്കാം. തോരന് വേണ്ടി ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന വെള്ളരിക്ക, ഒരു സവാള നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത്, നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു പുളിക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. മൺചട്ടി നമ്മൾ അടപ്പ് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പം അതിൻ്റെ രുചി ഒന്ന് വേറിട്ട തന്നെയാണ്. മൺചട്ടി ചെയ്യുമ്പം അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, പറയേണ്ട ആവശ്യമില്ല, അത്യുഗ്രം തന്നെ. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ ഉരുളൻകിഴങ്ങ് അരിഞ്ഞേക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് കുറച്ച് വറവ് കൂടുതലായിട്ടുള്ളത്. അന്നേരം ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു പച്ച രുചി ഒന്ന് മാറി കിട്ടിയാൽ മതി. ഒരുപാടങ്ങ് വറന്ന് പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടിയാണ്. അന്നേരം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടിട്ട് ഒരുപാട് തീ കൂട്ടിയിടാണ്ട് ചെറിയ തീയിലിട്ട് വഴറ്റിയെടുക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക രുചി ഉണ്ടാവാറുള്ളത്. അന്നേരം നമുക്ക് ചെറിയ തീയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയിട്ട് കറി വെക്കുവാണെങ്കിൽ അതിൻ്റെ രുചി ഒന്ന് വേറിട്ട തന്നെയാണ് കേട്ടോ. കാരണം അതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളി, അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ കുഞ്ഞുള്ളിക്ക് പകരമായിട്ട് സവാള ചേർത്ത് കൊടുക്കാം. പക്ഷേ കുഞ്ഞുള്ളി ഏത് കറിക്ക് ചേർത്താലും അതിൻ്റെ രുചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ഇരട്ടിക്കുക തന്നെ ചെയ്യും. പക്ഷേ കുഞ്ഞുള്ളി പൊള്ളിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിരിക്കുന്നത്, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 5-6 അല്ലി വെളുത്തുള്ളിയും കൂടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ആ ഒരു വെളിച്ചെണ്ണയിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തപ്പോഴത്തേന് അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അസാധ്യം മണമാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണയും എല്ലാം കൂടെ ഭയങ്കര ഒരു മണം വരുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മറ്റ് ചേരുവകളുടെയൊക്കെ ആ ഒരു പച്ച രുചി മാറി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ വെള്ളരിക്ക വഴറ്റിയെടുക്കാൻ വേണ്ടി. അതും കൂടി ഈ ഒരു ചെറിയ തീയിൽ കിടന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ച
രുചി ഒന്ന് മാറി കിട്ടട്ടെ. അതുവരെ നമുക്കിതിങ്ങനെ ചെറിയ തീയിൽ ഇളക്കി കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് ഒരു കുഞ്ഞ് ചീനിച്ചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1-2 സ്പൂൺ അളവിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മളൊരു 5-6 ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ച രുചി മാറിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പകുതി മാത്രം ഇട്ട് കൊടുക്കുക. ഒരു പുളി നല്ലപോലെ വേണമെങ്കിൽ മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് വേറെ പുളിയും കൂടെ ചേർക്കുന്നുണ്ട്. പകുതി മാത്രമേ തക്കാളി എടുക്കുന്നുള്ളൂ. അന്നേരം ഈ ഒരു തക്കാളിയും ചുമന്നുള്ളി ഒന്ന് വയേണ്ട അതിൻ്റെ ഒരു പച്ച രുചി ഒന്ന് മാറുന്നുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേന് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ചീനിച്ചട്ടി ആകുമ്പോൾ കരിഞ്ഞു പോവുകയും ചെയ്യും. മല്ലിപ്പൊടി 2 സ്പൂണ്, മുളക് പൊടി അതേ സമമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചിരിക്കുന്ന ഉലുവാപ്പൊടി, മെയിനായിട്ടുള്ളൊരു ചേരുവയാണ് ഈ ഒരു കറിക്ക്. ഉലുവാപ്പൊടി ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ നമ്മൾ കറിക്ക് ചേർക്കാറില്ലേ, ആ രീതിയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി പാകത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ ഒരു ചൂടടപ്പയിട്ട് തന്നെയാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. കരിഞ്ഞു പോകുമെന്ന് തോന്നുവാണെങ്കിൽ ആ ചൂടടപ്പയിൽ നിന്ന് മാറ്റിയിട്ട് മാത്രം പൊടികൾ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ആ ഒരു ചീനിച്ചട്ടിയുടെ ചൂടും അടുപ്പിൻ്റെ ചൂടിലും ആ ഒരു പച്ച മണമൊന്ന് മാറിക്കിട്ടണം പൊടികളുടെ. നല്ലപോലെ ആ ഒരു എണ്ണയിൽ നമ്മളത് പുരട്ടിയെടുക്കുകയാണ്. അത്രയും തന്നെ. ഇപ്പോൾ 1 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂൺ 2 സ്പൂൺ അല്ലെങ്കിൽ അത്രയും വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ. അതിൽ നമ്മളിതെല്ലാം നല്ലപോലെ ആ ഒരു പൊടികളുടെ പച്ചരുചിയൊക്കെ മാറുന്നുണ്ട്. ഇതുപോലെ അവർ എണ്ണയിൽ കവർ ചെയ്തെടുക്കുക എന്ന് പറയില്ലേ, ആ രീതിയിലാക്കി എടുക്കുകയാണ്. നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിപ്പോൾ എത്രത്തോളം തേങ്ങ ചേർക്കണമെന്നനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കൈക്ക് 2 പിടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ച തേങ്ങയാണെങ്കിൽ രുചി ഒന്ന് ഇരട്ടിക്കും. വീണ്ടും നമ്മളിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാത്രം ചെയ്യുക. തേങ്ങയുടെ പച്ചരുചി അതുപോലെ തന്നെ നിലനിൽക്കുകയും വേണം. പൊടികളുടെ ആ ഒരു പച്ച മണം മാറുകയും വേണം. നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിനി അത് അരച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ തക്കാളിയും കൂടെ ഈ ഒരു വഴറ്റുന്നതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഒന്ന് വഴണ്ട് വരട്ടെ. സാധാരണ വഴണ്ട് പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കളറൊക്കെ മാറി ബ്രൗൺ കളറിലോട്ട് പോകുന്ന ആ ഒരു പരുവമാവേണ്ട. അതുകൊണ്ട് ഈ ഒരു പരുവായാൽ മതി. അന്നേരം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയ്ക്കയാണ്. ഇപ്പം മുരിങ്ങയ്ക്കയുടെ സീസണാണല്ലോ, തീർച്ചയായിട്ടും എല്ലായിടത്തും കാണുന്ന കാര്യമാണ്. ഒരു മുരിങ്ങയ്ക്കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പ്രത്യേക രുചിയാണ് മുരിങ്ങയ്ക്കയും കൂടെ ഒക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേനും. ഇനി പാകത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മുരിങ്ങയ്ക്ക അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അന്നേരം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നല്ല തിളച്ച ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് ഇനി ഇതിനെ ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ച് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. ആ ഒരു സമയം ഒന്ന് മാത്രം മതി. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നല്ലപോലെ ആ ഒരു അരപ്പൊക്കെ അരച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരു മൺചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട്. തോരൻ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ, ഒരുപാട് സമയം ചിലവാക്കാണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലപോലെ പൊട്ടി വന്നതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്നൊന്ന് വഴറ്റിയെടുത്താൽ മതി. ആ ഒരു സവാളയുടെ പച്ച രുചി ഒന്ന് മാറി കിട്ടിയാൽ മതി. ആ ഒരു കളർ അതേപോലെ നിലനിൽക്കണം. കാരണം ആ ഒരു നമ്മുടെ സവാളയുടെ കളറും അതുപോലെ തന്നെ നമ്മുടെ വെള്ളരിക്കയുടെ കളറൊക്കെ അതേപോലെ നിലനിൽക്കുന്ന രീതി വേണം നമ്മൾ വറുത്തെടുക്കാനും വേണ്ടി. കളർ മാറരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട കറിവേപ്പില കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം കൂടെ നല്ലപോലെ കൂട്ടി ഇളക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര മാത്രം വഴണ്ട് വന്നാൽ മതി. ചെറിയ തീയിലിട്ട് വേണം വഴറ്റിയെടുക്കാനും വേണ്ടി. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു വെള്ളരിക്കയിൽ നിന്നും സവാളയിൽ നിന്നൊക്കെ നല്ലപോലെ ജലാംശം വരും. അതെല്ലാം ഈ ഒരു ചെറിയ തീയിൽ കിടന്ന് അത് വറ്റി ഇത് വെന്ത് കിട്ടണം. മൂടി വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതിൻ്റെ കളറ് മാറാൻ പാടില്ല. ഈ ഒരു സെയിം കളറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളയായിട്ട് വെക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് അങ്ങനെ വേണമെങ്കിലും വെക്കാവുന്നതാണ്. അതും അതിൽ ആ ഒരു ജലാംശം വറ്റി ദാണ്ട് ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിനോടൊപ്പം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വേണമെങ്കിൽ ഈ തോരൻ വെക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാണ്ട് വേണമെങ്കിലും ഈ ഒരു തോരൻ വെക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടെല്ലാം കൂടെ കൂട്ടി ഇളക്കുകയാണ്. നല്ലപോലെ നമ്മുടെ വെള്ളരിയും അതുപോലെ തന്നെ സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് തേങ്ങ ചിരകിയത് നമ്മൾ അരയ്ക്കോ ചതയ്ക്കോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. തണ്ട് ഇതുപോലെ തിരുമ്മിയ പാടെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ചട്ടിയിലെ ചൂടിലിരുന്നാണ് ഇത് ബാക്കി വെന്ത് കിട്ടുന്നത്. അന്നേരം നല്ലപോലെ ഇളക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റിങ് ഇരിക്കുന്നത് കേട്ടോ.
നമ്മളെല്ലാം കൂടെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ മൂടി വെച്ചിരുന്നാൽ മതി. കുറച്ച് നേരത്തിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അറിയാം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തെങ്കിൽ തന്നെയും ആ ഒരു മൺചട്ടിയുടെ ചൂടും ആ ഒരു ചൂടെടുപ്പിൻ്റെ ചൂടിൽ കിടന്നിട്ട് അതിൻ്റെ ജലാംശമെല്ലാം നല്ലപോലെ വറ്റി വെന്ത് ഒട്ടും തന്നെ ജലാംശമൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തോരൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ പച്ചക്കറികളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് വെള്ളരിക്ക, പടവലങ്ങയൊക്കെ ഇങ്ങനെ മുറിച്ച് കിട്ടുന്ന പച്ചക്കറികളുണ്ടല്ലോ, അതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ രീതിയിൽ തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പന്നലായി പോകത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ നമ്മൾ വറുത്ത് വെച്ചിരുന്ന അരപ്പെല്ലാം കൂടെ കഴുകി ആ ഒരു വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മസാലയ്ക്കകത്തോട്ട്. അപ്പോൾ നമുക്കിപ്പോൾ എത്രത്തോളം ഗ്രേവി വേണം എന്നനുസരിച്ച് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മളെല്ലാം കൂടെ കൂട്ടി ഇളക്കിയിട്ടുണ്ട്. കാരണം ഇതെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു അരപ്പ് ചേർത്തതിന് ശേഷം ഈ ഒരു കറി ഒരുപാടിട്ടങ്ങ് തിളപ്പിക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു പച്ചത്തേങ്ങയുടെ രുചിയൊക്കെ മാറി വേറൊരു ടേസ്റ്റ് ആവും. നമ്മുടെ കറിയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പുളി കുറച്ചുകൂടെ ഒക്കെ വേണം എന്നുള്ളവരാണെങ്കിൽ പിഴിപുളി ഒഴിച്ച് കൊടുക്കാം, കുടംപുളി അല്ലെങ്കിൽ മാങ്ങ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ചെറിയ കഷ്ണം കുടംപുളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പൊക്കെ നമുക്ക് അവസാനം നോക്കിയിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് പച്ച അരച്ച കറികൾക്കൊക്കെ നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ ചിലപ്പോൾ കുറവായിരിക്കും. ഇപ്പോൾ അവസാനം ആകുമ്പോഴത്തേനും ഉപ്പ് കൂടുന്നതായിട്ട് തോന്നാറുണ്ട്. അതിന് അവസാനം നോക്കിയിട്ട് ചേർത്ത് നോക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല. അന്നേരം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത്, പ്രത്യേകിച്ച് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മൺചട്ടിയിൽ ആ ഒരു ചൂടിൽ നല്ലപോലെ ഇത് വറ്റി കുറുകി കിട്ടും. അതൊന്ന് ഇളക്കി നോക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് വറുത്ത് ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാനിതിലേക്ക് കടുകൊന്നും വറുത്ത് ചേർക്കുന്നില്ല. പക്ഷേ കടുക് വറുത്ത് ചേർക്കുന്നതിനെക്കാട്ടിൽ എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. അത്രയേ ഉള്ളൂ. ഞാൻ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ കുറച്ചും കൂടെ ഒന്ന് വറ്റി വരും. കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ, കളർ കാണുമ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. വേറൊരു കറിയുടെ ആവശ്യമേ ഇല്ല. മീൻകറിയൊക്കെ മാറി നിൽക്കുന്ന ടേസ്റ്റാണ് ഇതിൻ്റെ ചാറുകൾക്ക്. ഇപ്പം വെള്ളരിക്കയോ അല്ലെങ്കിൽ മറ്റ് ചേരുവകളൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു കറി വെച്ചതെന്നൊന്നും അറിയില്ല കേട്ടോ. അസാധ്യ ടേസ്റ്റാണ്. അന്നേരം ഇഷ്ടമുള്ള ഏത് പച്ചക്കറിയിലും ഈ രീതിയിൽ ചെയ്ത് നോക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മീൻ കറിയിലാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. മീനില്ല മീൻകറി എന്ന് വേണമെങ്കിൽ പറയുക ഈ ഒരു കറിയെ. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒരു തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലിൻ്റെ ചിഹ്നം കാണും. അതിൽ ഓളുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരുകയുള്ളൂ. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.